ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3-4 ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 2 ദിവസം നമ്മൾ നാട്ടിൽ തന്നെ നിന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ചൂട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ, അത്രയധികം ചൂട് കൂടി വരുന്നുണ്ടല്ലേ. ഇപ്പോഴും നല്ല ചൂടാണ്. അങ്ങനെ ചൂട് കൂടി വന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ. ട്രിപ്പിൽ നമ്മളൊന്ന് വീണ്ടും ചൂടിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ അങ്ങനെ വഴി നമ്മൾ അവിടേക്ക് പോകാട്ടോ. ഊട്ടി പോവാണ്. മക്കളൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ചുരമൊക്കെ ഒന്ന് കയറി ഊട്ടി എത്താനാവണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാടുവാണി ചുരമൊക്കെ കയറി നമ്മളങ്ങനെ ഗൂഡല്ലൂരൊക്കെ വഴി കയറി പോവാണ് കേട്ടോ. അത് കയറി ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാനും മിക്കും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ പോണത്. നല്ല ഭംഗിയുള്ള കാഴ്ച, പിന്നെ വെയിലുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ല ഒരു ആശ്വാസമുണ്ട്. നമ്മൾ അത്ര ചൂടില്ല, എന്നാൽ ഊട്ടിയത് എപ്പോഴത്തെ തണുപ്പും ഇല്ല കേട്ടോ. ഒരുപാട് തണുപ്പല്ല. പിന്നെ എന്താ നല്ല ഭംഗിയുള്ള പൈൻകാടുകൾക്കിടയിലെത്തിയപ്പോൾ ഒരുപാട് പേര് നിർത്തി ഫോട്ടോസും വീഡിയോസും. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആയ കാരണം മിക്കോട് വണ്ടി സൈഡാക്കി തന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ പതുക്കെ വീണ്ടും യാത്ര തുടങ്ങാൻ വെച്ചു. വാവാച്ചിക്കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ പൈൻ ഫോറസ്റ്റൊക്കെ എത്തിയപ്പോഴാണ് എണീറ്റ്. പിന്നെ വാവാച്ചിക്ക് ചെറിയ വോമിറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളറിയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ വീണ്ടും നമ്മളിത് അവിടെ നിന്ന് യാത്ര തുടർന്നിട്ട് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണി 7:30 കഴിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. നമ്മൾ അവിടെ എത്തുന്ന സമയം ഒരു 12-1 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അതിലിടയ്ക്ക് നമ്മൾ നിർത്തി വണ്ടി ഭക്ഷണം കഴിക്കലും അതൊക്കെ ഉണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഊട്ടിയിൽ കോത്തഗിരി റോഡിന് വരെ റിസോർട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വെൽബക്ക് എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. എനിക്ക് എപ്പോഴും പേര് മാറിപ്പോവും. വെൽബക്ക് റിസോർട്ടാണ് വരുന്നത്. അപ്പോൾ ബോച്ചിൻ്റെ റിസോർട്ടാണ് കേട്ടോ, ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താണ്. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്, പക്ഷേ നമ്മൾ എത്തിയപ്പോൾ 3:30 ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയത്. അങ്ങനെ ഇതാ നമ്മൾ റിസപ്ഷനിൽ നമ്മൾ ബുക്കിങ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നോക്കിയതിന് ശേഷം നമ്മളിനി റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കോട്ടേജസ് പോലെ കേട്ടോ, വീട് പോലെയാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ആംബിയൻസ്. പിന്നെ നേരെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ കൃഷി ഇടങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ വെയിലായ കാരണം പച്ചപ്പ് കുറവാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ല ഭംഗിയുണ്ട്, നല്ല വെയിൽ തോന്നുന്നുണ്ട് വീട്, പക്ഷേ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ലൊരു കൂൾ ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സർവീസും കാര്യങ്ങളാണ് കേട്ടോ, ആംബിയൻസും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഊട്ടിയത്തെ വീട് കാണാം കേട്ടോ. നമ്മളിവിടെ കുറച്ച് സ്റ്റേ ഉണ്ട്, 2-3 ദിവസം ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ റൂം കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ കയറി വരുമ്പോൾ ചെറിയ സിറ്റ് ഔട്ട് പോലെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു റൂമാണ് കേട്ടോ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് വരുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, കാരണം സോഫ കം ബെഡ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു അത്യാവശ്യം നല്ല 2 പേർക്ക് കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഡബിൾ കോട്ട് കട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൂം വരുന്നത്. റൂം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ആംബിയൻസ് അടിപൊളിയായിട്ട് നല്ല ഊട്ടി, നല്ല കളർഫുള്ളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ. അങ്ങനെ നമ്മളിതാ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് പോകാൻ വെച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഊട്ടിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 5-6 മണിയാകുമ്പോൾ പാർക്കും ബോട്ടും ഒക്കെ ക്ലോസിങ് ആണല്ലോ, അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ക്ലോസ് ആവുമല്ലോ. പക്ഷേ പറഞ്ഞിട്ട് കേൾക്കണില്ല, വാവാച്ചിക്കുട്ടി നമുക്ക് പുറത്ത്
പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഊട്ടി ലേക്കൊക്കെ പോയത്. അപ്പോൾ ലേക്കിൽ ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ മുന്നേ വന്നിട്ട് ബോട്ടിങ്ങും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയൊരു ഇതില്ല. പക്ഷേ വാവാച്ചിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ബോട്ടിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നല്ല പുതിയ ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ അഡ്വഞ്ചർ പാർക്കൊക്കെ 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ടില്ല, ഹാങ്ങിങ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പണി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബോട്ട് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെയും ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ അവിടുത്തെ ബോട്ടിംഗ് അപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിൽ ഫ്രീ എൻട്രി കേട്ടോ. ഇവിടെ അങ്ങനെ ആ പാർക്കിൽ കയറി ബോട്ടിങ്ങിന് ക്യാഷ് വരുന്നുണ്ട്, പാർക്കിലേക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. മുന്നേ ന്യൂസിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ന്യൂസ് കുട്ടിയാകുമ്പോൾ അങ്ങനെ വന്ന് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെയൊക്കെ കളിച്ചിട്ടോ. നല്ല രസത്തിൽ കുറച്ച് സമയം വാവാച്ചിക്കുട്ടിക്ക് ആകെ പാർക്കിൽ കളിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഈ ന്യൂസ് അതിനുള്ളിൽ ഇരുന്നിട്ട് ഈ ന്യൂസിനെ കൊള്ളണില്ല കേട്ടോ, എന്നിട്ട് കളിക്കുകയാണ്. അങ്ങനെ കുറച്ച് ടൈം നമ്മൾ ഈ പാർക്കിൽ മക്കളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടോ. പാർക്കിലെ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഹൈ കോസ്റ്റാണ് കമ്പാരിറ്റീവ്. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ട് ആയ കാരണം ആയിരിക്കും കേട്ടോ. പിന്നെ നല്ല വൃത്തിയുള്ളടത്ത് കയറി നമുക്ക് നല്ല ഹൈജീനായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്പോട്ട് കയറുമ്പോൾ നല്ല ഡബിൾ ചാർജ് വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഊട്ടി നല്ല ലൈറ്റ്സ് ഒക്കെ ഓണായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഊട്ടി ആയിട്ടുണ്ട്. നൈറ്റ് വൈബ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കലും ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ സ്നാക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂംസൊക്കെ ലൈറ്റൊക്കെ ഓണായിട്ട് എല്ലാ റൂംസിലും ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന്. ഊട്ടിയിലെ ബ്ലോക്കാണ് കേട്ടോ കാണുന്നത്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ റൂമിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത അടിപൊളി ഊട്ടി വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കേട്ടോ.